എല്ലാവർക്കും നമസ്കാരം കൂട്ടുകാരെ. അപ്പം ഈ വീക്കെൻഡിൽ ഉള്ള കുറച്ച് വിശേഷങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടാണ് ഞാനിന്ന് വീഡിയോ ഇടുന്നത്. വീക്കെൻഡിൽ എല്ലാവരും എന്തൊക്കെയായിരുന്നു പരിപാടി? അപ്പം എനിക്ക് ഈ വീക്കെൻഡ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു റിഫ്രഷിങ് ടൈമാണ് കേട്ടോ. ദ ഹോൾ വീക്ക് നമ്മുടെ ഡെയിലി മുൻഡേൻ ആക്ടിവിറ്റീസിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫോർ കീപ്പിംഗ് ദ ഹോൾ വീക്ക് ആസ് ഫ്രഷ് ആൻഡ് എലൈവ് ആൻഡ് ആസ് എനർജറ്റിക് കേട്ടോ. അപ്പോൾ എനിക്ക് എപ്പോഴും എസ്കേപ്പ് ഇൻ ടു നേച്ചർ എന്നുള്ളതാണ് എൻ്റെ ഒരു പരിപാടി. ഇപ്പോൾ ഇത്തവണ നേച്ചർ അല്ലായിരുന്നു, ഞാനൊരു അഡ്വഞ്ചറസ് റിസോർട്ടുണ്ട്, അപ്പോൾ ഇവിടെയായിരുന്നു എൻ്റെ വീക്കെൻഡ് സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു, അവരുടെ എല്ലാം കൂടി ധാരാളം ഫൺ ഗെയിംസ് കേട്ടോ. അപ്പോൾ ഫൺ ഗെയിംസിൻ്റെ ഇടയ്ക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നും പ്രത്യേകമായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. കളിക്കുന്നതിനിടയിൽ നമ്മൾ ഫോണൊക്കെ ആദ്യമേ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഒത്തിരി ഡിഫറെൻറ്റ് ഫൺ ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും ഡംഷറൈഡ്സ് ചെയ്തത് മാത്രം ഞാനും ഹസ്ബൻഡും വേറെ ടീം ആയതുകൊണ്ട് ഞാൻ ചെയ്യുന്നതിൻ്റെ വീഡിയോ ചേട്ടൻ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഓൾറെഡി ഷോർട്ടായിട്ട് അപ്ലോഡ് ചെയ്തു. അപ്പോൾ ഇവിടെ 100ൽ പകരം അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് അഡൽട്ട്സിന് മാത്രമല്ല കേട്ടോ, കുട്ടികൾക്കും ഉണ്ട്. പിന്നെ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഉണ്ട്. അങ്ങനെ അടിപൊളി റിഫ്രഷിങ് ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ നമ്മുടെ സണ്ണീസ് വേൾഡ് അഡ്വഞ്ചറസ് പാർക്ക് എന്നല്ല പറയേണ്ടത്, റിസോർട്ട് എന്നാണ് പറയേണ്ടത് ഇവിടെ. അപ്പോൾ ഇവിടെ സിപ്പ് ലൈൻ ഉണ്ട്. ഇവിടെ എന്താ ഇല്ലാത്തത്? 100ൽ പകരം ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. നമുക്കത് ഇങ്ങനെ ക്ലൈമ്പിംഗ് ഉണ്ട്. ഇത് കുട്ടികളുടെ സെക്ഷനാണ്, വലിയവർക്ക് വേറെ സ്പെഷ്യലായിട്ട് അങ്ങോട്ട് മാറിയുണ്ട് കേട്ടോ. അപ്പോൾ 100ൽ പരം ആക്ടിവിറ്റീസ് നമുക്കിവിടെ ചെയ്യാനുണ്ട് കണ്ടോ. ഇതുപോലത്തെ ഇൻഡോർ ആയിട്ടുള്ള ഗ്രൗണ്ടുകളുണ്ട്. നമുക്ക് അവിടെ ഫുട്ബോളിൻ്റെ കളിക്കാനുണ്ട്, ക്രിക്കറ്റ് ഉണ്ട്, ഷട്ടിലുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് നമുക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് മൈൻഡ് റിഫ്രഷ് ചെയ്യാനായിട്ട് ഒരു അടിപൊളി സ്പോട്ടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും എൻഗേജ്ഡ് ആയിട്ടും കുറച്ചൊരു അഡ്വഞ്ചറസ് തന്നെ തോന്നുന്ന രീതിയിലുള്ള ധാരാളം ആക്ടിവിറ്റീസ് ഇവിടെ അവർ സജ്ജീകരിച്ചിട്ടുണ്ട് കേട്ടോ. പൂനെയിലാണ് ഇത്. പിന്നെ ഇത് നമ്മുടെ ഫുഡ് കോർട്ടാണ്. അപ്പോൾ സാധാരണ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഒരു എസ്കേപ്പിംഗ് ഒരു പരിപാടി എന്ന് പറയുന്നത് നേച്ചറാണ്. അപ്പോൾ ഇവിടെ കുറച്ചൊക്കെ ഒരു നേച്ചർ ആയിട്ടുള്ള ഒരു ബ്ലെൻഡിങ്ങും ഒക്കെ നമുക്ക് കാണാം. അത് ഞാൻ കുറച്ച് കഴിയുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ കോച്ചസ് ഒക്കെ ഉണ്ട്. നമുക്ക് ആർച്ചറി, അതുപോലെ തന്നെ ഇങ്ങനെ ഷൂട്ട് ചെയ്യുക, ഇതിലൊക്കെ അവരൊന്ന് പഠിപ്പിച്ചിട്ട് നമുക്ക് അതും ഇവിടെ ചെയ്യാൻ പറ്റും കേട്ടോ. ഞങ്ങളും അതൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇത് കുഞ്ഞുങ്ങൾക്കും ഇവിടെ ഒരുപോലെ തന്നെ എല്ലാ ആക്ടിവിറ്റീസും അവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഗൈഡ്. അപ്പം കുഞ്ഞും ഞാനും ഒക്കെ ഇതുപോലത്തെ ഷൂട്ടിങ്ങും ആർച്ചറിയും എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നല്ലൊരു ഫണ്ണായിരുന്നു കേട്ടോ. നമുക്ക് ഫോക്കസ് ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ പറ്റിയ ധാരാളം ഫിസിക്കലായിട്ടുള്ള മെൻ്റലായിട്ടുള്ള ധാരാളം ഗെയിംസ് അവരിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഒന്നും ഇച്ചിരി ബിറ്റ്സ് ആൻഡ് പീസസ് മാത്രമായിട്ടൊക്കെ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. നമ്മൾ കൂടുതൽ അവിടെ എൻജോയ് ചെയ്യുമായിരുന്നു കേട്ടോ. ടൈം എൻജോയ് ചെയ്യുമായിരുന്നു അവിടെ ഉള്ളത്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് അവിടെ ഇവിടുന്നായിട്ട് സ്നിപ്പെറ്റ്സ്. ഇത് നമുക്ക് ഇതുവഴിയൊക്കെ നടക്കാം. കുറേ ആക്ടിവിറ്റീസ് ഈ ഒരു സോണിലുണ്ട് കേട്ടോ. ഇതെല്ലാം അടിപൊളിയായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഇത് ആക്ച്വലി എനിക്ക് തോന്നുന്നു ഒരാളിരുന്ന് കറങ്ങേണ്ട ഒരു റിമോട്ടുമായിട്ട് സൈഡിൽ ഒരാൾ ഇരിപ്പുണ്ട് കേട്ടോ. ആളാണിത് നിയന്ത്രിക്കുന്നത്. ഇതും ഭയങ്കര ഫണ്ണാണ്. നമ്മൾ തള്ളി ഇടുന്നിടം വരെ സൈഡിലൊരാൾ റിമോട്ടായിട്ട് ഇരിപ്പുണ്ട്. അയാളാണിത് കണ്ടോ ഇങ്ങനെ നിയന്ത്രിക്കുന്നത്. അങ്ങനെ ആണിത്. കറങ്ങാനൊക്കെ പേടിയുള്ളവർക്ക് ഈ ഒരു ഇത് അത്രയ്ക്ക് രസമില്ല. കൂടുതലും കുട്ടികളാണെന്ന് തോന്നുന്നത്. പക്ഷെ പ്രായമായവരൊക്കെ ഈ ഒരു സാധനത്തിൽ കയറുന്നുണ്ടായിരുന്നു കേട്ടോ. കുട്ടികൾക്ക് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു അവരത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഫോൺ എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു കൂടുതൽ സമയം. അപ്പോൾ ഉള്ള സമയത്ത് ഇവിടുന്ന് ബിറ്റ്സ് ആൻഡ് പീസസ് അങ്ങനെയൊക്കെ എടുത്ത കാര്യങ്ങളാണ് കേട്ടോ. എന്നാലും ഇതുണ്ട്, ഫുട്ബോളുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ നമുക്ക് കണ്ണ് കെട്ടി കളികളൊക്കെ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ രാത്രിയിൽ ഇവിടുത്തെ റിസോർട്ടിലോട്ടും പിന്നെ ഇവിടെ ബുഫേക്കും ഒക്കെ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിരുന്നു. അങ്ങനെ ഇപ്പോൾ ഇവിടെ ഇൻഫൈനൈറ്റ് പൂളൊക്കെ ഉണ്ട്, നല്ല കിടിലൻ വൈബുള്ള ഇൻഫൈനൈറ്റ് പൂളും ബുഫേ ഒക്കെ ആയിട്ടായിരുന്നു ഇവിടുത്തെ ഒരു സെറ്റപ്പ് കേട്ടോ. ഇവിടെ നിന്നിട്ടുണ്ടല്ലോ നമുക്ക് ഫുൾ ആ ഒരു നൈറ്റിലുള്ള ആ ഒരു വ്യൂ എന്ന് പറയുന്നത് കിടിലനാണ് കേട്ടോ. ഭയങ്കര രസമുണ്ടായിരുന്നു. അതേപോലെ തന്നെ തണുപ്പിച്ചിരി അധികം ഉണ്ടായിരുന്നു കേട്ടോ. ഫുഡിനെ കുറിച്ച് പിന്നെ എനിക്കൊന്നും പറയാനില്ല. അത്ര കിടിലനായിട്ടുള്ള ഒരു ഫുഡായിരുന്നു കേട്ടോ. അങ്ങനെ
അപ്പോൾ ഈ ഒരു വ്യൂവും ഈ ഒരു ആംബിയൻസും ഈ ഒരു ഫുഡും എല്ലാം ഭയങ്കര ഭയങ്കര രസമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് കഴിച്ചിട്ടുള്ളതെന്ന് ഞാൻ വേറൊരു വീഡിയോയിൽ ഷോർട്ടായിട്ട് വല്ലതും ഇടാം കേട്ടോ. അപ്പം നിങ്ങൾ കണ്ടാൽ മതി. അപ്പോൾ ഇത് ഞാനിവിടെ എന്തായാലും എൻ്റെ